ഉപ്പുതോടിൻ്റെ ഗ്രാമവീഥികളെ കോൾമേള കൊള്ളിച്ചുകൊണ്ട് താളമേളങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും താലപ്പൊലികളുടെയും പൂക്കളുടെയും പൂക്കളങ്ങളുടെയും അകമ്പടിയോടുകൂടി താലപ്പൊലിയേന്തിയ ബാലികാ ബാലന്മാരുടെയും ചെണ്ടമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി ഉപ്പുതോടിൻ്റെ ഗ്രാമവീഥികളെ പുളകച്ചാർത്തണിയിച്ചുകൊണ്ട് ഉപ്പുതോട് പള്ളി സിറ്റി തൊട്ടിക്കട ചാലിക്കട 16-ാം കണ്ടം രാജമുടി വഴി കടന്ന് ഇതാ നമ്മുടെ മാവേലി മന്നൻ ഉപ്പുതോട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പൂതക്കുഴിക്കടയിലെ ജീവ ലൈബ്രറിയുടെ അങ്കണത്തിൽ സജ്ജമാക്കിയിട്ടുള്ള അതിമനോഹരമായ ഈ ഓണാഘോഷ വേദിയിലേക്ക് പ്രിയപ്പെട്ട മാവേലിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഈ ഓണാഘോഷ വേളയിൽ മാവേലിക്ക് നമ്മോട് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ ആബാലവൃത്തം ജനങ്ങളും ചെവിയോർത്ത് കാത്തിരിക്കുമ്പോൾ പ്രിയപ്പെട്ട മാവേലി ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ള ഉപ്പുതോട് നിവാസികളെ, ഈ മനോഹര സുദിനത്തിൽ ഇന്ന് കേരള ഗവൺമെന്റ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ദിവസത്തിൽ ഇന്നലെ വരെ രാവിലെ മുതൽ തിമിർത്ത് പെയ്യുന്ന മഴ ഇന്ന് നമ്മളെ ഈ റാലിയിൽ മാറ്റി നിർത്തിയിരിക്കുക എന്നുള്ളത് തന്നെ ഒരു സന്തോഷകരമായ കാര്യമാണ്. ഈ ജീവ ലൈബ്രറിയുടെ ഈ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന ഇവിടെയുള്ള എല്ലാ നല്ലവരായ കുട്ടികളെയും അമ്മമാരെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എല്ലാവർക്കും തിരുവോണത്തിൻ്റെ മംഗളാശംസകൾ നേരുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നിർത്തിക്കൊള്ളാം. വിവിധ കലാപരിപാടികളുണ്ട്. നമുക്ക് അതിനുശേഷം എല്ലാവരും ഓണസദ്യ കഴിച്ചിട്ട് മാത്രമേ പോകാവുള്ളൂ. ഏകദേശം 1 വർഷങ്ങൾക്ക് മുമ്പ് ഈ ജീവ ലൈബ്രറിയിൽ ഇന്നത്തെ ഈ ഭരണസമിതി ചാർജ് എടുക്കുമ്പോൾ നിഷ്ക്രിയമായിരുന്ന ഈ ജീവ ലൈബ്രറിയെ ഇന്നത്തെ ഈ ഭരണ കമ്മിറ്റിക്കാര് ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി വെറും 315 രൂപ ബാലൻസ് ഉണ്ടായിരുന്ന ലൈബ്രറിയെ മനോഹരമാക്കി ലൈബ്രറിയുടെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തി തേപ്പ് അതുപോലെ പൊട്ടിയിട്ട് എല്ലാം മെയിൻ്റനൻസ് ചെയ്ത് റൂഫിംഗ് ചെയ്ത് ഒരു 2 ലക്ഷം രൂപയോളം മുടക്കി ഇന്നിപ്പോൾ നമുക്ക് അഭിമാനത്തോടെ ഈ ഭരണസമിതിക്ക് പറയാൻ സാധിക്കും, ബാങ്കിൽ ബാലൻസ് 17,000-ന് മുകളിൽ. വെറും 315 രൂപ ഉണ്ടായിരുന്നത് 1 വർഷം കൊണ്ട് ഇത്ര നിർമ്മാണ പ്രവർത്തനം നടത്തിയതിനു ശേഷം ബാങ്കിൽ 17,000 രൂപയുടെ മുകളിൽ ഡിപ്പോസിറ്റ് ഇട്ടിരിക്കുകയാണ്. കമ്മിറ്റിക്കാര് അവരാണ് എല്ലാവരും വീട് കയറി ഇതിന്റെ പിന്നിലുള്ള പ്രവർത്തനങ്ങളെല്ലാം എല്ലാവർക്കും എല്ലാ വീടും കയറി എല്ലാ വീട്ടിലും സന്ദേശം കൊടുത്ത് ഓണ നോട്ടീസും കൊടുത്ത് ഓണത്തിന്റെ സന്ദേശങ്ങൾ കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഈ ലൈബ്രറി ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ലൈബ്രറിയിലെ കുട്ടികളെ പറഞ്ഞു വിടണം. ഇവിടെ നിരവധി പുസ്തകങ്ങളുണ്ട്. ഈ പുസ്തകങ്ങൾ എടുക്കണം, വായിക്കണം എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് വന്നിരിക്കുന്ന എല്ലാ പ്രദേശവാസികൾക്കും എൻ്റെയും ജീവ ലൈബ്രറിയുടെയും നന്ദി രേഖപ്പെടുന്നു. മാവേലിയുടെ നല്ല വാക്കുകൾക്ക് നന്ദി. പ്രിയപ്പെട്ടവരെ, ഈ ഭൂതക്കുഴിക്കടയിൽ ജവാൻ സിറ്റിയിൽ ജീവ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഈ തിരുവോണ ആഘോഷം നടത്തുമ്പോൾ ഇതിൻ്റെ പിന്നിൽ നമ്മൾക്ക് സഹകരണം നൽകിയ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന പെർഫെക്റ്റ് കേറ്റേഴ്സിനെയും അതുപോലെ തന്നെ റൈമൺ മാത്യു മുണ്ടക്കാടിനെയും അതേപോലെ തങ്കച്ചൻ ഭൂതക്കുഴിയെയും അതുപോലെ തന്നെ ദേവോസ് ഹോട്ടലിനെയും എല്ലാം അവരുടെ എല്ലാം സഹകരണത്തെ നമ്മൾ ഏറ്റവും സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നതോടൊപ്പം തുടർന്ന് വരുന്ന സമയം ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള വിവിധ മത്സരങ്ങൾ, വെള്ളംകുടി മത്സരം, കസേരകളി മത്സരം, മിഠായി വാക്കൽ മത്സരം, വാഴയിൽ കയറ്റം തുടങ്ങി നിരവധിയായ മത്സരങ്ങൾ ഇവിടെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ഈ മത്സരത്തിൽ പങ്കെടുത്ത് വിജയികളാകുവാൻ, അവസാനം ഓണസദ്യയും പായസവും കഴിച്ച് മടങ്ങുവാൻ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ആബാലവൃത്തം ജനങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ ഈ ഓണാഘോഷ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഗ്രാമീണ ഉത്സവത്തിന്റെ അലമാലകൾ ഉയർത്തിക്കൊണ്ട് ദേശത്തിലാകമാനം ആനന്ദത്തിന്റെ 100,000 നറുമലറുകൾ വാരി വിതറിക്കൊണ്ട് സംഘഗാനം ആലപിക്കുന്ന പഞ്ചവർണ്ണ പൈങ്കിളികളും സപ്തവർണ്ണം ചൊരിയുന്ന സൂര്യ നക്ഷത്രങ്ങളുമെല്ലാം ഭൂമി ദേവിക്കൊരു പുതുമണവാട്ടിയുടെ ചൈതന്യം പകർന്നുകൊണ്ട് ആ ചൈതന്യം ആവാഹിച്ച് കാലത്തിനും ദേശത്തിനും ഭാഷയ്ക്കും അതിർത്തി വരമ്പുകൾ തീർക്കാത്ത ഓണത്തിലേക്ക്
വർഷത്തേക്ക് ജീവ ലൈബ്രറി അണിയിച്ചൊരുക്കുന്ന ഓണാഘോഷ് 2026 എല്ലാ നല്ലവരായ ആൾക്കാരുടെയും